ഹലോ ക്യൂട്ടീസ്, എന്റെ പേര് അനിത. ഇതെന്റെ ചാനൽ AL ബ്യൂട്ടി ഡയറി. ഞാൻ ആദ്യമൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് AL വ്ളോഗ്സ് എന്ന പേരിലായിരുന്നു. എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് AN വ്ളോഗ്സ് എന്നായിരുന്നു. ഇന്ന് മുതൽ ഞാൻ ചാനലിന്റെ പേര് മാറ്റുകയാണ്. AN ബ്യൂട്ടി ഡയറി എന്നാണ്. ഞാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചാനൽ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് എന്റെ ഫാമിലി റിലേറ്റഡ്, അതുപോലെ കുക്കിംഗ്, ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ്, പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ്, ഇൻഫോർമേറ്റീവ് വീഡിയോസ്, ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ ഇനി മുതൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെർട്ടിക്കുലർ ആയിട്ടൊരു സബ്ജക്ട് എടുത്തിട്ട് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. സോ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബ്യൂട്ടി റിലേറ്റഡ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഞാൻ DIYs ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്നത്, അതായത് സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്യുന്നതായിരിക്കും മെയിൻ ആയിട്ട് ഈ ചാനൽ ഞാൻ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ ബ്യൂട്ടി പ്രോഡക്ട്സ്, മേക്കപ്പ് പ്രോഡക്റ്റ്, അതുപോലെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇതൊന്നും അധികം ഞാൻ വാങ്ങിക്കില്ല, കാരണം എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. സോ ഞാൻ എന്തൊക്കെയാണോ വാങ്ങിക്കുന്നത് കുറച്ച് പ്രോഡക്ട്സേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂവും ഞാൻ ഈ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡ്രസ്സുകൾ, ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഞാൻ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ജെനുവിൻ റിവ്യൂസും ഞാൻ ഇതിൽ ആഡ് ചെയ്യും. അതുപോലെ ഇൻസ്പയർഡ് ലുക്സ്, ഇൻ ഫ്യൂച്ചർ എനിക്ക് ഒരുപാട് ഇൻസ്പയർഡ് ലുക്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സോ അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അതും ഈ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വീഡിയോസ് ഇടാനും, പിന്നെ ഒരു ലോങ് വീഡിയോ അതിന് റിലേറ്റഡ് ആയിട്ട് തന്നെയുള്ള ഒരു ഷോർട്ട് വീഡിയോ, അങ്ങനെയാണ് വീഡിയോസ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന്റെ ക്വാളിറ്റീനെ അഫക്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കൊരു കുഞ്ഞു മോളുണ്ട്. അപ്പൊ അവളെയും വെച്ചിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ദിവസവും വീഡിയോ ഇടണമല്ലോ എന്നുള്ള ചിന്തപ്പാടില് ധൃതി പിടിച്ച് എഡിറ്റ് ചെയ്യുകയും വീഡിയോ എടുക്കുകയും ചെയ്യുമ്പോൾ എന്റെ വീഡിയോസിന്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഞാൻ വീഡിയോസ് എന്തായാലും പോസ്റ്റ് ചെയ്യും. ഒരു ലോങ് വീഡിയോയും ഒരു ഷോർട്ട് വീഡിയോയും ആയിട്ട് പോസ്റ്റ് ചെയ്യും. വൈകുന്നേരം 6 മണിക്കും രാത്രി 9 മണിക്കും ഇടയിലായിട്ടുള്ള ഒരു ടൈമിൽ തന്നെ റെഗുലർ ബേസിസിലായിട്ട് വീഡിയോസ് ഇനി അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എന്റെ ചാനലിൽ വരുത്തിയിട്ടുള്ള ചേഞ്ചസ്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. സോറി, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ റെഗുലർ ബേസിസിൽ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ്. ഒരു മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷൻ കൊടുക്കുമ്പോൾ ഇപ്പൊ നമ്മൾ നല്ല രീതിക്ക് തന്നെ വെള്ളം കുടിക്കണം. ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിച്ചു, നല്ലോണം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിച്ചു. അപ്പൊ ഇതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് ഉപയോഗിക്കാം. നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്തില്ലെങ്കിലും സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ ഏജ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കുള്ള ഏജിനേക്കാളും കൂടുതലായിട്ട് തോന്നി തുടങ്ങും. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, അത് രണ്ടും മസ്റ്റാണ്. അപ്പൊ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, ഇപ്പൊ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ഇപ്പൊ എല്ലാവർക്കും ഇത് നല്ലതായിരിക്കും, എല്ലാവരും ഇത് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക എന്ന് ഞാൻ പറയില്ല. എന്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. കംപ്ലീറ്റ്ലി ഓയിലി സ്കിന്നും അല്ല, കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുള്ള സ്കിൻ, ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. പക്ഷെ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ളത് എല്ലാ ടൈപ്പ് സ്കിന്നുള്ളവർക്കും ഇത് ഒരുപോലെ സ്യൂട്ട് ആകും എന്നാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഓയിലി സ്കിന്നുള്ള ആളുകൾ ഒരിക്കലും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യരുത്. അതായത് ആക്നെ പ്രോൺ ആയിട്ടുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇനി ഞങ്ങൾ പിന്നെ ഈ ഓൾറെഡി ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത്, ഇനിയും ഒരു മോയ്സ്ചറൈസറിന്റെ ആവശ്യമുണ്ടോ എന്ന് ഓർത്തിട്ട് അവരത് സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്ട്ലി സൺസ്ക്രീൻ ഇടും, പിന്നെ ഏതെങ്കിലും ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ സ്കിന്നിന് ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കുടിക്കണം, അതിന്റെ ഒപ്പം തന്നെ ഇതുപോലെ ഒരു മോയ്സ്ചറൈസറും യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ അക്വാലോജിക്കയുടെ ഇലുമിനേറ്റ് പ്ലസ് ഹൈഡ്രാജൽ മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ തീർന്നിട്ട് പുതിയത് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം. ഇതൊരു ജെൽ ലൈക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. കണ്ടോ, ഈ ഒരു ജെൽ ലൈക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഓവറായിട്ട് നമ്മുടെ മുഖത്തേക്ക് ഇടുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഓയിലി എഫക്റ്റ് ഒന്നും നമുക്ക് തരത്തില്ല, എന്നാൽ ഒരു റേഡിയൻസ് തരും, നമ്മുടെ സ്കിന്നിന് ഒരു തിളക്കം കിട്ടുന്നത് പോലെ തോന്നും. അങ്ങനത്തെ ഒരു മോയ്സ്ചറൈസറാണ്. നല്ല ഹൈഡ്രേഷൻ ആണ്, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും. പിന്നെ സ്മെല്ലും നല്ലൊരു മണമാണ്. പ്രോപ്പറായിട്ട് കവറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല പാക്കേജിംഗ് ആണ് ഇതിന്റെ.
അപ്പൊ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും. ഈ ഒരു ജെൽ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാനും എളുപ്പമാണ്, സ്കിന്നിൽ അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിലും എളുപ്പമാണ്. ഒരു സ്റ്റിക്കി ആയിട്ടുള്ള എഫക്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വൈൽഡ് ബെറീസും അതുപോലെ ആൽഫ ആർബുട്ടിനും ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഇപ്പൊ വൈൽഡ് ബെറീസ് ഒക്കെ ഉള്ളതുകൊണ്ട് വൈറ്റമിൻ സി, നാച്ചുറൽ എൻസൈംസും ഒക്കെ കൂടുതലായിട്ടുണ്ട്, ആന്റി ഓക്സിഡന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ സ്കിൻ ഒരു ബ്രൈറ്റനിങ് എഫക്ട് നമ്മുടെ സ്കിന്നിന് കിട്ടും. നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഈവൺ ആവും. അതായത് ഇതിനകത്തുള്ള ആൽഫ ആർബുട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നല്ല രീതിക്ക് തന്നെ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഈവൻ സ്കിൻ ടോൺ കിട്ടും. നമ്മുടെ സ്കിന്ന് ഈവൺ ആകുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി കിട്ടും. നമ്മൾ വെളുക്കുക എന്നുള്ളതിലുപരി നമ്മുടെ സ്കിൻ ടോൺ ഈവൺ ആകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സോ അതിന് ഈ ഒരു മോയ്സ്ചറൈസർ നല്ലോണം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, ആക്നെ പ്രോൺ സ്കിന്നുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. ഒരിക്കലും ഇത് സ്റ്റിക്കി ആയിട്ട് എങ്ങനെ ഇരിക്കുമോ, ഒരു ഓയിലി എഫക്ട് കൂടുതലായിട്ട് തരുമോ, നമുക്ക് ബ്രേക്ക് ഔട്ട്സും പിമ്പിൾസ് ഒക്കെ വരുമോ, അങ്ങനെയുള്ള പേടി ഒന്നും തന്നെ വേണ്ട. നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഓയിൽ റെസിഡ്യൂസ് ഒന്നും തന്നെ നമ്മുടെ ഫേസിൽ വെക്കുന്നില്ല. പിന്നെ ഇത് 100 ഗ്രാമിന്റെ ആണ്. ഈ 100 ഗ്രാമിന്റെ ഈ ഒരു ടെന്നിന് 244 rupees ആയിരുന്നു. ഞാൻ നോക്കിയിട്ട് നല്ല അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. ബാക്കി നമ്മൾ ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പണ്ടും ഞാൻ ഒരുപാട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഇതിന്റെ പ്രൈസ് റേഞ്ചും ഇതിന്റെ ബെനിഫിറ്റ്സും രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു റേറ്റിന് ഇത്രയും നല്ല മോയ്സ്ചറൈസർ കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അങ്ങനെ ഒരുപാട് ഓൺലൈൻ വെബ്സൈറ്റ്സിലൊക്കെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനിതിന് ലിങ്കോ കാര്യങ്ങളും തരുന്നില്ല, ഇത് പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല. നിങ്ങൾക്ക് തന്നെ ഡയറക്ട്ലി ഇതിന്റെ പേര് സെർച്ച് ചെയ്ത് കണ്ടോ, ഇലുമിനേറ്റ് പ്ലസ് ഹൈദ്രാജൽ മോയ്സ്ചറൈസർ അക്വാലോജിക്കയുടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പർച്ചേസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഞാൻ അതിന്റെ ലിങ്കോ കാര്യങ്ങളൊന്നും തരുന്നില്ല, നിങ്ങൾക്ക് തന്നെ കയറി നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ പറയാണ്, ഇപ്പൊ ഞാനിത് യൂസ് ചെയ്തു, എനിക്ക് ബെറ്റർ റിസൾട്ട് കിട്ടി എന്ന് വെച്ചിട്ട് നിങ്ങളിത് യൂസ് ചെയ്താലും നിങ്ങൾക്കും ഇത് അടിപൊളിയായിരിക്കുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഞാനിത് ഉപയോഗിച്ചിടത്തോളം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാ സ്കിൻ ടൈപ്പും, അതായത് ഓയിലി സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും എല്ലാവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരുടെ ടൈപ്പാണല്ലോ, സ്കിൻ ടൈപ്പും കാര്യങ്ങളുമാണ്. ഉപയോഗിച്ച് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ എത്രയൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് റിവ്യൂ കണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്താലും നമ്മൾ ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പൊ ഞാനാണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും ഒരുപാട് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് തന്നെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അല്ലാതെ വേറൊരു മാർഗം ഇല്ല. കാരണം എല്ലാവരും ഡിഫറെന്റ് ആണ്, എല്ലാവരുടെയും സ്കിൻ ടോണും ഡിഫറെന്റ് ആണ്. ഇത്രയൊക്കെ തന്നെയുള്ളൂ എനിക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് നെഗറ്റീവായിട്ട് ഒന്നും തന്നെ പറയാനില്ല. അഫ്കോഴ്സ് ഇനി നാളെ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് എനിക്ക് അതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടൊരു എഫക്റ്റ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതുപോലെ തന്നെ ജെനുവിൻ ആയിട്ട് പറയില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഫീൽ ചെയ്തിട്ടില്ല. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ പറയാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ സജഷൻസ് ആണ് നിങ്ങൾക്ക് പറയാനുള്ളത്, എല്ലാം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. പിന്നെ ഇന്നത്തെ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.